ഇനി അടുത്ത സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഫ്ലെക്സിബിൾ പേയ്മെന്റിന്റെ ഡിസൈൻ ആണ്. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫ്ലെക്സിബിൾ പേയ്മെന്റ് ഡിസൈനിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. ഡിസൈൻ ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് ടു ബി കൺസിഡേർഡ് ഫോർ ദ അല്ലെങ്കിൽ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് അഫക്റ്റിംഗ് ദ ഡിസൈൻ ഓഫ് ഫ്ലെക്സിബിൾ പേയ്മെന്റ്. ഫ്ലെക്സിബിൾ പേയ്മെന്റിന്റെ ഡിസൈനിനെ ബാധിക്കുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഫ്ലെക്സിബിൾ പേയ്മെന്റ് ഡിസൈൻ ആണ്. രണ്ട് മെത്തേഡാണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. വൺ ഈസ് CBR മെത്തേഡ് ആൻഡ് അതർ വൺ ഈസ് IRC മെത്തേഡ്. അപ്പോൾ ആദ്യം നമുക്ക് CBR മെത്തേഡിനെ പറ്റിയിട്ട് പഠിച്ചതിന് ശേഷം IRC മെത്തേഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. വളരെ ഈസിയാണ്. CBR മെത്തേഡ് ആയാലും IRC മെത്തേഡ് ആണെങ്കിലും ആകെ 2-3 ചാർട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു രീതി മാത്രം പഠിച്ചാൽ മതി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ് ടു 10 മാർക്സ് അല്ലെങ്കിൽ 14 മാർക്സ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണിത്. ഓക്കെ, സോ വി ആർ എൻറ്ററിങ് ഇൻ ടു ദ CBR മെത്തേഡ്. അപ്പോൾ CBR മെത്തേഡ് നമ്മൾ CBRനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ ആണ് CBR എന്ന് പറയുന്നത്. അതായത് മണ്ണിന്റെ അല്ലെങ്കിൽ ഈ സബ്ഗ്രേഡ് സോയിൽ റോഡ് ഉണ്ടാക്കാൻ പോകുന്ന ആ സ്ഥലത്തെ മണ്ണിന്റെ ഒരു ബെയറിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ റെസിസ്റ്റിംഗ് കപ്പാസിറ്റി അറിയുന്ന ഒരു മെത്തേഡാണ് ഈ CBR വാല്യൂ എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്ത് കാലിഫോർണിയ സ്റ്റേറ്റ് ഹൈവേ ഡിപ്പാർട്ട്മെന്റിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ CBR മെത്തേഡ് എന്ന് പേര് വരാനും കാരണം. അപ്പൊ അവിടെ നമുക്ക് 2 ഡേറ്റയെ ആവശ്യമുള്ളൂ. ഒന്ന് ട്രാഫിക് ഡേറ്റ. ട്രാഫിക് ഡേറ്റ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന അതിലെ പാസ് ചെയ്യുന്ന കമേഴ്സ്യൽ വെഹിക്കിളിന്റെ എണ്ണം. ഇതാണ് ഒന്ന്. രണ്ടാമത്തത് ആ സബ്ഗ്രേഡ് സോയിലിന്റെ CBR വാല്യൂ. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചാർട്ടിൽ നിന്നും നമുക്ക് ഈ തിക്നെസ് എത്ര വേണമെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ ഒരു ഗ്രാഫിൽ നിന്നും നിങ്ങൾ എങ്ങനെ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക സബ്ഗ്രേഡ് ലെയറിന്റെ CBR ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന സബ്ഗ്രേഡ് ലെയറിന്റെ CBR 5% തന്നു. എന്താണ് CBR വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? CBR വാല്യൂ നമ്മൾ ടെസ്റ്റിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബെയറിംഗ് കപ്പാസിറ്റി പോലെയുള്ള ഒരു കപ്പാസിറ്റി ഇൻഡെക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്ന CBR എന്നുള്ളത്. അത് CBR 5 എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ട്രെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ CBR ചാർട്ടിൽ നമുക്ക് കിട്ടുന്ന എന്താന്ന് വെച്ചാൽ CBR 5%ന്റെ CBR ചാർട്ട് അല്ല, CBRന്റെ ഈ ഡെപ്ത് കണ്ടുപിടിക്കുന്ന ചാർട്ടിൽ നിന്ന് കിട്ടുന്ന എന്താന്ന് വെച്ചാൽ 5% CBR ഉള്ള വാല്യൂ ഉള്ള സോയിലിന് അതിലേക്ക് വരുന്ന ലോഡിന്റെ കപ്പാസിറ്റി ഈ ബെയറിംഗ് കപ്പാസിറ്റിനേക്കാൾ കുറഞ്ഞ രീതി, അതിന്റെ കപ്പാസിറ്റിനേക്കാൾ കുറഞ്ഞ, അതിന്റെ മാക്സിമം കപ്പാസിറ്റിനേക്കാൾ മാക്സിമം റെസിസ്റ്റിംഗ് കപ്പാസിറ്റിന്റെ ഉള്ളിൽ ഈ ഒരു സേഫ് ആയിട്ട് ഈ പുറത്തെ ലോഡിന്റെ സ്ട്രെസ് വരണമെങ്കിൽ എത്രത്തോളം ഡെപ്ത് ആ പർട്ടിക്കുലർ സോയിലിന്റെ മുകളിൽ കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഈ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ ഫോർമുല എന്ന് പറഞ്ഞു. ഏറ്റവും ടോപ്പില് ലെയറിൽ നല്ല സ്ട്രെസ് ആയിരിക്കും ഉണ്ടാവുക. താഴോട്ട് വരുന്നതിനനുസരിച്ച് ഈ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇത്ര ഏരിയയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഇന്റൻസിറ്റി കുറവായിരിക്കും അർത്ഥം അല്ലെ? അപ്പൊ ഈ സോയിലിന്റെ സപ്പോസ് ഇവിടുത്തെ 5% ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സോയിലിന്റെ ഒരു ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ 5% കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെങ്ത് മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായിരിക്കണമെങ്കിൽ ഈ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടേക്ക് കുറഞ്ഞു വരണം. അങ്ങനെ കുറയണമെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ കുറയുന്നത് എന്തിനനുസരിച്ചാണ്? ഈ ഡെപ്തിനനുസരിച്ചാണ് അല്ലെ? ഡെപ്ത് കുറവാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കമ്പാരിസൺ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഡെപ്ത് കുറവാണെങ്കിൽ അവിടെ സ്ട്രെസ് വളരെ കൂടുതലായിരിക്കും. ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് ഈ ലോഡിന്റെ സ്ട്രെസ് കുറഞ്ഞു വരും, ഇന്റൻസിറ്റി കുറഞ്ഞു വരും. അപ്പൊ ഇവിടുത്തെ സോയിലിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതിന് താങ്ങാൻ പറ്റാവുന്ന രീതിയിൽ മാത്രമേ ഇവിടെ ലോഡ് ഇന്റൻസിറ്റി ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ ലോഡ് ഇന്റൻസിറ്റി കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഒരേ ഒരു വഴി അതിന്റെ ഡെപ്ത് കൂട്ടുക എന്നുള്ളതാണ്. അതാണ് ഈ CBR വാല്യൂ കിട്ടുന്നത്. അപ്പൊ 5% CBR വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഡെപ്ത് മുകളിൽ കൊടുത്താൽ ഇവിടെയുള്ള സോയിൽ ഫെയിൽ ആവാതിരിക്കും എന്നതാണ് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ ഈ ഫ്ലെക്സിബിൾ പേയ്മെന്റിൽ 3 ലെയർ കൊടുക്കുന്നു. ഓരോ ലെയറിലും മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിന്റെ അതിനും ഒരു CBR കപ്പാസിറ്റി ഉണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഈ ലെയറിന്റെ CBR കപ്പാസിറ്റിയാണ്, സബ് ബേസ് ലെയറിന്റെ CBR കപ്പാസിറ്റിയാണ്. അപ്പൊ ഈ CBR കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ മുകളിലേക്ക് ഇത്രയും ഡെപ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ആ സോയിൽ സേഫ് ആയിട്ട് ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഈ ലെയറിന്റെ മുകളിലും വേറൊരു CBR തന്നിട്ടുണ്ട്, ബേസ് ലെയറിന് ഒരു CBR തന്നിട്ടുണ്ട്. ഈ ലെയറിന്റെ മുകളിൽ മിനിമം
ഒരു കറസ്പോണ്ടിങ് തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സോയിൽ സേഫ് ആയിട്ടുള്ളൂ എന്ന് പറയും. അങ്ങനെ ഓരോ സോയിൽ കപ്പാസിറ്റി, സോയിലിന്റെ ടൈപ്പിനനുസരിച്ച് മുകളിലേക്ക് എത്ര ഡെപ്ത് വേണം എന്നുള്ളത് നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. അതിന് വേറൊരു വാല്യൂ കൂടി വേണ്ടത് എന്താണ് ഈ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ? ഇവിടെ ഒരു ട്രാഫിക് വോളിയം കൗണ്ട് വേണം. നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ ഡേ എക്സീഡിങ് 30 kN. ഈ 30 kN എന്ന് പറയുന്ന കമേഴ്സ്യൽ വെഹിക്കിൾസിന്റെ എണ്ണാണ്, കപ്പാസിറ്റിയാണ്. സാധാരണ വെഹിക്കിൾ, കാറ്, സൈക്കിൾ, ബൈക്ക് അല്ല വേണ്ടത് നമുക്ക്. കമേഴ്സ്യൽ വെഹിക്കിൾസ് എത്ര അവിടെ ഉണ്ടാവാം എന്നാണ് നോക്കുന്നത്. ഇവിടെ നമുക്ക് ഇന്നത്തെ വോളിയത്തിന്റെ ബേസിലല്ല ചെയ്യുന്നത്. ഒരു റോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ 10 കൊല്ലത്തേക്ക് 15 കൊല്ലത്തേക്കായിരിക്കും ഡിസൈൻ ചെയ്യുന്നുണ്ടാവും. അത്രയും കൊല്ലത്തിന് ശേഷം അല്ലെങ്കിൽ ആ കൊല്ലത്തിനുള്ളിൽ എത്രത്തോളം വെഹിക്കിൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം, മുൻകൂട്ടി കാണണം. അപ്പൊ അതിന് ചെയ്യുന്നത് ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കുന്നു, അതിന് ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഉപയോഗിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞാൽ, മിനിമം 10 കൊല്ലം വേണമെന്നാണ് ഡിസൈൻ ലൈഫ് പറയുന്നത്. 10 കൊല്ലം കഴിഞ്ഞാൽ ആ റോഡിൽ എത്രത്തോളം വെഹിക്കിൾസ് ഉണ്ടാവാം എന്ന് കണ്ടുപിടിക്കുന്നു. ഇനി ഇന്നത്തെ വാല്യൂ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്നൊരു ദിവസത്തെ കൗണ്ട് അല്ല, 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂർ വീതം കൗണ്ട് ചെയ്തിട്ട് ഓരോ ദിവസവും വരുന്ന കമേഴ്സ്യൽ വെഹിക്കിൾസിന് എണ്ണം എടുക്കുന്നു. അങ്ങനെ 7 ദിവസത്തിന്റെ ആവറേജ് എടുക്കും. ആ വാല്യൂവിനെയാണ് ഫോർകാസ്റ്റ് ചെയ്തിട്ട് 10 കൊല്ലത്തെ അല്ലെങ്കിൽ 15 കൊല്ലത്തിലേക്ക് കണ്ടുപിടിക്കുന്നത്. ആ വാല്യൂ ഈ ചാർട്ടിൽ കമ്പയർ ചെയ്യുന്നു. ഫോർകാസ്റ്റ് ചെയ്ത വാല്യൂ, സപ്പോസ് ആ ഫോർകാസ്റ്റ് ചെയ്ത് കിട്ടിയ നമ്മളെ വാല്യൂ ട്രാഫിക് വോളിയം ഒരു 168 വെഹിക്കിൾസ് ആണെന്ന് വിചാരിച്ചു, കമേഴ്സ്യൽ വെഹിക്കിൾസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ 168 എന്നുള്ള കമേഴ്സ്യൽ വെഹിക്കിൾസ് വരുന്നത് ഏത് ഗ്രൂപ്പിലായിരിക്കും? ഈ ഡി എന്ന ലൈനിന്റെ ഗ്രൂപ്പിലായിരിക്കും. ഇതാണ് ഡി എന്ന ലൈൻ, ഈ ലൈൻ. ഇതങ്ങോട്ട് 2 4 ലൈൻ അല്ലെ, ഈ ഡി എന്ന ലൈൻ, ദിസ് വൺ. ഇപ്പൊ ഡി എന്ന ലൈനിന്റെ അതേപോലെ CBR5, സോ ദിസ് ഈസ് ദ CBR5. ഇവിടെ ഡി എന്ന ലൈൻ വരുന്നത് ഇവിടെയാണ് വരുന്നത്, ABCD, ദിസ് ഈസ് ദ ലൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റിൽ എത്ര വാല്യൂ വന്നു? അറൌണ്ട് 380, 390 എന്ന രീതിയിൽ വന്നു. അതായത് 5% CBR വാല്യൂന്റെ ഡി എന്ന വാല്യൂ, ഡി എന്ന കർവ് ഉപയോഗിക്കാൻ നമുക്ക് കിട്ടുന്നത് 380 എന്നാണ്. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു 380 ഡെപ്ത് ഉണ്ടെങ്കിൽ ഈ സോയിൽ സേഫ് ആയി എന്നർത്ഥം. അപ്പൊ ഈ സബ്ഗ്രേഡ് ലെയറിന്റെ മുകളിൽ 380 എങ്കിലും മിനിമം തിക്നെസ് വേണം എന്ന് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. സബ് ബേസ് ലെയറിന്റെ CBR 47 പറഞ്ഞത്. 47 ഈ കമ്പയർ ചെയ്യാം, ഇത് കിട്ടി, ഇവിടെ കിട്ടി, അറൌണ്ട് 100 ആണെന്ന് വിചാരിച്ചു. അപ്പൊ CBR ഇതിന്റെ മുകളിൽ ഈ സബ് ബേസിന്റെ ലെയർ ഒരു 100 mm എങ്കിലും തിക്നെസ് ഉണ്ടെങ്കിൽ ആ ലെയർ സേഫ് ആയി. അങ്ങനെയാണെങ്കിൽ സബ് ബേസ് ലെയറിന് എത്ര തിക്നെസ് കൊടുക്കാം നമുക്ക്? സബ് ബേസ് ലെയറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഈ 380 മൈനസ് 100 ആയിരിക്കും. 380 ഇവിടുന്ന് മുകളിലേക്ക് വേണം, ഇവിടുന്ന് മുകളിലേക്ക് 100 മതി. അപ്പൊ ഈ ഒരു തിക്നെസ് എത്ര ഉണ്ടാവും? 280 ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഓരോ ലെയറിന്റെ തിക്നെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ ചാർട്ടിൽ ചെയ്യുന്നത്. അത് നെക്സ്റ്റ് ചാർട്ടിൽ അങ്ങനെ നമുക്ക് ബാക്കി പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ ഇവിടെ നേരത്തെ പറഞ്ഞു ഒരു ഡേറ്റ എന്നുള്ള CBR വാല്യൂ ആണ്, രണ്ടാമത് ട്രാഫിക് വോളിയം ആണ്. ഈ ട്രാഫിക് വോളിയം നമ്മൾ ഇന്ന് കൗണ്ട് ചെയ്തു, പക്ഷെ ഒരു റോഡ് ഡിസൈൻ ചെയ്യുന്നത് ഭാവിയിലേക്ക് വേണ്ടിയല്ലേ. അപ്പോൾ ഒരു സാധാരണ കാറ്റഗറി റോഡാണെങ്കിൽ 10 മുതൽ 15 കൊല്ലത്തേക്കാണ് ഡിസൈൻ ചെയ്യുക. അതേ സമയത്ത് ഒരു എക്സ്പ്രസ് വേക്ക് ആണെങ്കിൽ 20 കൊല്ലത്തേക്ക് കണക്കാക്കി ഡിസൈൻ ചെയ്യണം. 20 കൊല്ലം കഴിയുമ്പോഴേക്ക് എത്ര ട്രാഫിക് ഉണ്ടോ അത്രയും ട്രാഫിക്കിനെ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ അത്തരം വിഡ്ത്ത് ഉണ്ടായിരിക്കണം എന്ന രീതിയിലാണ് നമ്മൾ റോഡ് ഡിസൈൻ ചെയ്തത്. നമുക്കിവിടെ ഡെപ്തിനെ പറ്റി അല്ലെങ്കിൽ തിക്നെസ്സിനെ പറ്റി മാത്രം നോക്കാം. അപ്പോൾ ഈ 15 കൊല്ലം കഴിഞ്ഞാൽ ഒരു നാഷണൽ ഹൈവേ ആണെങ്കിൽ 15 കൊല്ലം വരെയുള്ള ഒരു ഡെവലപ്മെന്റ് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ ഈ ഇക്വേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു വാല്യൂ കാണാം, A = P × 1 + R raised to n + 10. ഈ 10 എന്ന വാല്യൂ ഉദ്ദേശിക്കുന്നത് ജനറലി ഈ ഒരു അതർ കാറ്റഗറി ഓഫ് റോഡ് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് മാത്രമാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നാഷണൽ ഹൈവേ ആണ്, സോ 15 ഇയേഴ്സ് ആണ് ബേസിക് അല്ലെങ്കിൽ ഈ ഡിസൈൻ ഇയർ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിവിടെ 10ന് പകരം 15 ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ. ഇത് ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ എഴുതിയതാണ്. അതർ കാറ്റഗറി റോഡ് സാധാരണ ഒരു 10 കൊല്ലത്തേക്കെങ്കിലും മിനിമം ഡിസൈൻ ലൈഫ് നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ 10 കൊല്ലത്തേക്ക് ഉണ്ടാവുന്ന 10 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ട്രാഫിക് വോളിയമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇന്നത്തെ വോളിയം അല്ല. അപ്പോൾ ഇന്നത്തെ വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇന്നത്തെ വോളിയം എന്ന് പറയുന്നത് 7 ഡേ ആവറേജ് ആണ് എടുത്തത്. നേരത്തെ ഞാൻ പറഞ്ഞു 7 ദിവസം 24 മണിക്കൂർ കൗണ്ട് ചെയ്തിട്ട് ഓരോ ദിവസത്തെ കൗണ്ടിന്റെ എടുത്തിട്ട് 7 ദിവസത്തേക്ക് ആവറേജ് ചെയ്യുന്നു. 7 ഡേ ആവറേജ് ഓഫ് 24 hour കൗണ്ട്. ഇപ്പം ഇന്ന് 160 കിട്ടി, നാളെ
ഓക്കെ, സൺഡേ 100 വെഹിക്കിൾ കിട്ടി, മൺഡേ നോക്കുമ്പോൾ 200 വെഹിക്കിൾ കിട്ടി, ട്യൂസ്ഡേ 240 കിട്ടി. അങ്ങനെ നോക്കുന്ന സമയത്ത് 7 ദിവസത്തേക്ക് എത്ര വെഹിക്കിൾ ഉണ്ടോ അതിൻ്റെ ആവറേജ് വെഹിക്കിൾ കൗണ്ട് എടുത്തിട്ട് ദാറ്റ് വിൽ ബി ദ വാല്യൂ ഓഫ് പി, ദാറ്റ് ഈസ് ദ ഇനീഷ്യൽ ട്രാഫിക്. ഇനി റോഡ് പ്രൊജക്റ്റ് നമ്മൾ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തു, അപ്രൂവൽ കൈ വന്നു, അത് തുടങ്ങാൻ പിന്നെയും ചിലപ്പോൾ 2-3 കൊല്ലം എടുത്തേക്കാം അല്ലേ. അപ്പോൾ ആക്ച്വലി കൗണ്ട് ട്രാഫിക് വോളിയം കൗണ്ട് ചെയ്യുന്നത് ഈ ഒരു കൊല്ലത്ത് അല്ലെങ്കിൽ ഈ ഒരു മാസത്തിലാണെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് പണി തുടങ്ങുന്നുള്ളൂ എങ്കിൽ ആ ഒരു ഗ്യാപ്പ് അവിടെ ഒരു പ്രശ്നമല്ലേ. ആ ഗ്യാപ്പിലും ട്രാഫിക് ഡെവലപ്മെന്റ് വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ. വാഹനങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ ഈ ടോട്ടൽ ഇയേഴ്സിന്റെ കൂട്ടത്തിൽ കൂട്ടണം. അപ്പോൾ 10 കൊല്ലാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിലും 3 കൊല്ലം കഴിഞ്ഞിട്ടേ പണി തുടങ്ങുന്നുള്ളൂ എങ്കിൽ നമ്മൾ ടോട്ടൽ എത്ര കൊല്ലത്തേക്ക് ഡിസൈൻ ചെയ്യണം, മുൻകൂട്ടി കാണണം. 13 കൊല്ലത്തെ മുൻകൂട്ടി കണ്ടിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ അതാണ് എൻ വാല്യൂ ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് ഇയേഴ്സ് ഫ്രം ദ ലാസ്റ്റ് കൗണ്ട് ദ കംപ്ലീഷൻ ഓഫ് ദ കൺസ്ട്രക്ഷൻ. നമ്മൾ ഇത് പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്ന മുതൽ കംപ്ലീറ്റ് ചെയ്യുന്ന കൊല്ലത്തിൻ്റെ ഉള്ളിൽ, അപ്പം നമുക്ക് ഏകദേശം അതുകൂടി കണക്കുണ്ടാവണം. ഒരു 3 കൊല്ലം കൊണ്ട് വർക്ക് തീർക്കാൻ പറ്റും, പ്രൊജക്ട് സാങ്ഷൻ ഒക്കെ വാങ്ങി 3 കൊല്ലം കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ എൻ വാല്യൂ 3 ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ എത്ര വന്നു, n+3 n+10 ദാറ്റ് ഈസ് 3+10 ദാറ്റ് ഈസ് 13 ഇയേഴ്സ്. അപ്പോൾ 10 എന്ന വാല്യൂ ഉദ്ദേശിക്കുന്നത് ജനറൽ എടുക്കുന്നു. അത് ചിലപ്പോൾ ഈ പറഞ്ഞ 3 വാല്യൂ പോലെ വ്യത്യാസം വന്നേക്കാം. പക്ഷേ ഇൻ ജനറൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10 കൊല്ലെങ്കിലും എടുക്കണം. അപ്പോൾ നമ്മൾ കുറഞ്ഞത് 10 കൊല്ലം എടുത്തു. പിന്നെ പണി തീരാൻ സാധ്യതയുള്ള 3 കൊല്ലം കൂടി കണക്കൂട്ടും, ദാറ്റ് ഈസ് n. ഈ ഒരു n അതിൽ വന്നു, n വന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിസൈൻ വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ ടോട്ടൽ കൗണ്ട് എത്ര? ആൻഡ് ദാറ്റ് കൗണ്ട് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ a = p × 1 + r raised to n+1 n+10. ഈ r എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻക്രിമെന്റ് ഓഫ് ദ വെഹിക്കിൾ നമ്പർ ആണ്. അത് പ്രത്യേകിച്ച് തന്നിട്ടില്ല എങ്കിൽ വി ബി ടേക്കിംഗ് 7.5%. ഓരോ കൊല്ലവും 7.5%. ഇന്ന് 100 വണ്ടി ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം 107 വണ്ടി അല്ലെങ്കിൽ 108 വണ്ടി റോഡിൽ ഉണ്ടാവും എന്നാണ് കണക്ക്. ആ രീതിയിലൊരു റേറ്റ് ഓഫ് ഇൻക്രിമെന്റും ട്രാഫിക് ഗ്രോത്ത് റേറ്റും നമ്മൾ അസ്യൂം ചെയ്യുന്നു. അല്ലെങ്കിൽ അത് ത്രൂ എക്സ്പീരിയൻസ് അങ്ങനെ കിട്ടിയതായിരിക്കാം. അത് വെച്ചിട്ട് ഡിസൈൻ നമ്പർ ഓഫ് വെഹിക്കിൾസ് കണ്ടുപിടിക്കുന്നു, ദാറ്റ് ഈസ് എ. ഈ ഡിസൈൻ നമ്പർ ഓഫ് വെഹിക്കിൾസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചാർട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു വാല്യൂ കിട്ടിയല്ലോ ഇവിടെ. അപ്പോൾ ശരിക്ക് ഈ ഒരു ആവറേജ് ട്രാഫിക് വോളിയം അല്ല നമ്മൾ എടുക്കുന്നത്, അതിനെ ഫോർകാസ്റ്റ് ചെയ്തിട്ട് വേണം ഈ ഗ്രാഫിൽ ഉപയോഗിക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ചാർട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ വാല്യൂ P 500 വെഹിക്കിൾ ആണെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ 10+3 3 കൊല്ലത്തെ കൺസ്ട്രക്ഷൻ വർക്കും കൂടി കൺസിഡർ ചെയ്ത് 13 കൊല്ലം കഴിഞ്ഞാൽ എത്ര വരുന്നു, ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാഫിക് വോളിയം എന്ന് പറയുന്നത്. ഈ ചാർട്ട് നേരത്തെ ചെയ്ത് തന്നെ, നേരത്തെ ഞാൻ എടുത്ത വാല്യൂ ഈ രീതി കാൽക്കുലേറ്റ് ചെയ്തതാണെന്ന് മാത്രം. ഓക്കെ, സോ വി വിൽ ഡു എ പ്രോബ്ലം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസൈൻ എ ഫ്ലെക്സിബിൾ പേയ്മെന്റ് ഫോർ ദ ഫോളോയിങ് ഡേറ്റ. സബ്ഗ്രേഡ് CBR 5% പറഞ്ഞിട്ടുണ്ട്. സബ്ഗ്രേഡ് CBR എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലത്തുള്ള മണ്ണിന്റെ CBR. ഇനി ദ മെറ്റീരിയൽസ് അവൈലബിൾ നിയറിംഗ് കൺസ്ട്രക്ഷണൽ സൈറ്റ്സ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇത്രയും സ്ട്രോങ് കൂടിയ സ്ട്രെങ്ത് ഉള്ള വേറെ കുറച്ച് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ചരൽ മണ്ണ് 15% CBR ഉണ്ട് അവിടെ, ആ റോഡിലല്ല പക്ഷേ സ്ഥലത്ത് എവിടെയൊക്കെ അവൈലബിൾ ആണ്. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് സോയിൽ 30% CBR ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ സോളിങ് ചെയ്യാണ്, വാട്ടർ ബൗണ്ട് മെക്കാഡം ഇങ്ങനെന്ന് പറഞ്ഞു, ചെറിയ കല്ലുകളൊക്കെ ചളിയിൽ കുഴച്ചിട്ട് ഉറപ്പിച്ചിട്ട് ചെയ്യുന്ന സംഭവം. അത് അറൗണ്ട് 98% ആണ് അതിൻ്റെ CBR വാല്യൂ. ഇങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞ എന്താ, പേയ്മെന്റ് കൺസ്ട്രക്ഷൻ ഇസ് ടു ബി കംപ്ലീറ്റഡ് ഇൻ 3 years ആഫ്റ്റർ ദ ലാസ്റ്റ് ട്രാഫിക് കൗണ്ട്. ട്രാഫിക് കൗണ്ട് എടുത്തതിന് ശേഷം 3 കൊല്ലം കൊണ്ട് പണി തീർക്കുകയും വേണം. അപ്പോൾ നമുക്ക് n-ന്റെ വാല്യൂ കിട്ടി, സ്മോൾ n-ന്റെ വാല്യൂ, ദാറ്റ് ഇസ് 3 years. ഇനി ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ട്രാഫിക് 6.5% തന്നിട്ടുണ്ട്. 6.5% ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ R വാല്യൂ ആണ് 6.5 അല്ലേ. n-ന്റെ വാല്യൂ എത്ര കിട്ടി, 3 years എന്ന് വന്നിട്ടുണ്ട്, ലാസ്റ്റ് ആഫ്റ്റർ 3 years ആഫ്റ്റർ ലാസ്റ്റ് കൗണ്ട്. ഇനി പെർസെന്റ് കമേഴ്സ്യൽ വെഹിക്കിൾ 300 ആണ്. ഇപ്പോൾ ഇവിടുത്തെ P വാല്യൂ ആണ് 300 തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് A വാല്യൂ കണ്ടുപിടിക്കാലോ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് A വാല്യൂ കണ്ടുപിടിക്കുന്നു, അത് വെച്ചിട്ട് ബാക്കി പ്രോസസ് ചെയ്യുന്നു. നോക്കാം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്.
So we are calculating the total number of vehicles. Design vehicle എണ്ണം A is equal to P into 1 plus R raised to n plus 10. That is 300 into 1 plus 6.5 by 100 into 3 raised to 3 plus 10. For 680 vehicles per day എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിസൈൻ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഈ ചാർട്ടിൽ നിന്നും ഈ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള CBRന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിക്നെസ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ 680 വെഹിക്കിൾസ് വരുന്നത് ഏത് ഗ്രൂപ്പാണ്? ഗ്രൂപ്പ് ഇ ആണ്, അല്ലെങ്കിൽ ഈ കർവ് ഇയിലാണ് 680 വെഹിക്കിൾസ് വരുന്നത്. അപ്പോൾ ആ ചാർട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ കിട്ടും നോക്കാം. 680 വെഹിക്കിൾസ് ആണ്, CBR 5 ആണ്. അപ്പോൾ ഇ എന്ന ചാർട്ട് ഇതാണ് 5 എന്നുള്ള വാല്യൂ അല്ലേ, CBR 5 ഇവിടെ. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വാല്യൂ, ഈ ഗ്രാഫ് ഇതാണ് ഇ എന്ന ഗ്രാഫ്. ഇവിടെയാണ് ആ ഒരു വാല്യൂ ഉണ്ടാവുക. കറസ്പോണ്ടിങ് ഡെപ്ത് എത്ര വന്നു? അറൗണ്ട് 430. അപ്പോൾ 5% CBR, നമ്മൾ ഏറ്റവും താഴെ സോയിലിൻ്റെ സബ്ഗ്രേഡ് ആണ് വന്നത്. അതിൻ്റെ മുകളിൽ നമുക്ക് വേണ്ടത് ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് എത്ര വന്നു? 430 ആയിരിക്കണം നമ്മളുടെ ടോട്ടൽ ഡെപ്ത് വേണ്ടത്. കിട്ടിയല്ലോ 430. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് ഈസ് ദ ഗ്രേവറി സോയിൽ വിത്ത് CBR 15% ആണ് അതിന് മുകളിൽ വന്നത്. ഇതിന് മുകളിൽ നമുക്കൊരു ഗ്രേവറി സോയിൽ കൊടുക്കണം. അപ്പം നമ്മൾ ഇതിൻ്റെ മേലെ ഒരു ഗ്രേവറി സോയിൽ കൊടുക്കുകയാണ്, കണ്ടല്ലേ. ഈ ഗ്രേവറി സോയിലിൻ്റെ CBR എന്ന് പറയുന്നത് 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ എത്ര ഡെപ്ത് വേണം എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. അപ്പോൾ CBR 15, ട്രാഫിക്കിൽ വ്യത്യാസമല്ല, 680 ആണ് അല്ലേ. അപ്പോൾ 15 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംവെയർ ഹിയർ. ഈ ലൈനിൽ 15ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എത്ര ഡെപ്ത് വേണമെന്ന് കിട്ടും. എത്ര ഡെപ്ത് വേണം? ദിസ് ഈസ് ദ ഡെപ്ത്. ഒരു 220 ഡെപ്ത് വേണമെന്ന് കിട്ടി അവിടെ. അപ്പോൾ ഇവിടെ ഈ ഗ്രേഡിൻ്റെ മുകളിൽ നമുക്ക് വേണ്ടത് 220 ആണ്. 220 ഡെപ്തിലാണ് ഈ ഗ്രേവറി സോയിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഗ്രേവറി സോയിലിൻ്റെ തിക്നെസ് എത്ര വന്നു? ടോട്ടൽ 430 ആണ്, ഇത് 220 ആണ്. ഇത് എത്ര വരും? ഇത് 210 വന്നു അല്ലേ. ഇനി അടുത്തത് സോയിൽ വിത്ത് കാങ്കാർ, അതിൻ്റെ 30% ആണെന്ന് പറഞ്ഞു. അപ്പോൾ 30% എന്ന് പറയുന്നത് സംവെയർ ഹിയർ, ദിസ് ഈസ് ദ 30%. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ വാല്യൂ. അപ്പോൾ കറസ്പോണ്ടിങ് ടു സംവെയർ ഹിയർ, ദാറ്റ് ഈസ് 150 എന്ന വാല്യൂ ഇവിടെ കിട്ടി. അപ്പോൾ ഇവിടെ ഞാനൊരു ലെയർ ഉണ്ടാക്കുന്നു. ഈ ലെയറിൻ്റെ മുകളിലേക്ക് 150 തിക്നെസ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും? ഇത് 70 ഉണ്ടാവും. സോ ദിസ് ഈസ് ദ സോയിൽ വിത്ത് കാങ്കാർ മിക്സ് അല്ലേ. ഇനി ഏറ്റവും ടോപ്പിൽ വേറൊരു WBM ലെയർ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഞാനൊരു WBM ലെയർ ഇവിടെ കൊടുക്കാൻ പോവാണ്. ദിസ് ഇസ് ദ WBM ലെയർ. ഇതിൻ്റെ CBR 98% ആണ്. അപ്പോൾ ഇതിലെ 98% CBR എന്ന് പറയുമ്പോൾ ഇവിടെ വന്നു അല്ലേ. എത്ര വന്നു? ഒരു 70 സെൻറ്റിമീറ്ററോളം ഏകദേശം ഇവിടെ. ഇതാണ് ആ ഒരു വാല്യൂ. ഇതൊക്കെ ഒരു ഈ ചാർട്ട് നിങ്ങൾക്ക് എത്ര ക്ലോസ് ആയിട്ട് എടുക്കാൻ പറ്റുമോ അത്ര എടുക്കാം. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. സോ ദാറ്റ് വാല്യൂ 70. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു WBMൻ്റെ മുകളിലേക്ക് ഒരു 70 mm ടോട്ടൽ. അപ്പോൾ റോഡിൻ്റെ ടോപ്പ് വരെ എന്ന് പറയുന്നത് ഇവിടെ 70 mm വന്നു. So this is the WBM എന്നുള്ള മിക്സ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് എത്ര ഉണ്ടാവും? ഈ ഒരു ബാക്കി തിക്നെസ് ഇത് 80 വന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡെപ്ത് ഓഫ് ദ റോഡ് ഡിസൈൻ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. ഇത് സോ തിക്നെസ് ഓഫ് ദ സർഫസ് കോഴ്സ് വിൽ ബി 70 mm നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എക്സാക്ട് പിക്ചർ എങ്ങനെയുണ്ട് നോക്കാം. കണ്ടില്ലേ, ഇവിടെ എന്താ? ആദ്യത്തത് നേരത്തെ പറഞ്ഞു സബ്ഗ്രേഡ് സോയിലിൻ്റെ 5ന് കറസ്പോണ്ടിങ് ആയിട്ട് ടോട്ടൽ എത്ര എടുത്ത് വേണമെന്നുള്ളത് 430. ദിസ് ഇസ് ദ ടോട്ടൽ 430. ഇനി ഇതാണ് 430, കണ്ടില്ലേ. ദിസ് ഇസ് ദ ടോട്ടൽ 430 ഇവിടെ വന്നു. ഇനി അടുത്ത 15% CBRന് കറസ്പോണ്ടിങ് ആയിട്ട് വേണ്ടത് 220 ആണ് അതിൻ്റെ മുകളിൽ വേണ്ടത്, അതും കിട്ടി. CBR 30ക്ക് മുകളിൽ വേണ്ടത് ടോട്ടൽ ഡെപ്ത് 150 mm ആണ്.
CBR 98 ആണെങ്കിൽ അതിൻ്റെ മുകളിൽ 70 mm ആണ്. അപ്പോൾ ഇത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻ ബിറ്റ്വീനിലുള്ള ഓരോ ലെയറിൻ്റെ ഡെപ്ത് കിട്ടും. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ ആൻഡ് ദ ഫൈനൽ ഫിഗർ. അപ്പോൾ ഈ രീതിയിലൊരു ഫിഗർ നിങ്ങൾ അതിൽ വരച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ക്ലിയർ ആവുള്ളൂ. സംഭവം വളരെ സിമ്പിൾ അല്ലേ? CBR വാല്യൂ അവിടുത്തെ ട്രാഫിക് കൗണ്ടിനനുസരിച്ച് ഓരോ ലെയറിൻ്റെയും മുകളിൽ എത്ര തിക്നെസ് വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ മുകളിൽ വരുന്ന ഓരോ ലെയറിൻ്റെ മുകളിൽ വരേണ്ട എത്രയാണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ താഴെ വരുന്ന ലെയറിൻ്റെ ഡിഫറൻസ് തിക്നെസ് നമുക്ക് ഈ ഒരു ഡിഫറൻസ് ഓഫ് ദ വാല്യൂസ് കിട്ടും. ഓക്കെ അല്ലേ? വേറെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ്റെ മുന്നേ ഈ IRC കുറച്ച് ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ CBR വാല്യൂ വെച്ച് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ. ഈ ഒരു സ്റ്റെപ്സ് ഒന്ന് പഠിച്ചു വെക്കാം. കാരണം ചിലപ്പോൾ ഇങ്ങനെ 5 മാർക്കിൻ്റെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ജസ്റ്റ് ഒന്ന് വായിക്കാം. CBR ടെസ്റ്റ് ഷുഡ് ബി പെർഫോംഡ് ഓൺ ദ റീമോൾഡഡ് സോയിൽ ഇൻ ദ ലാബ്. ലാബിൽ തന്നെ ചെയ്യണം. സൈറ്റിൽ നിന്ന് മണ്ണ് കൊണ്ടുവരുന്നു, ലാബ് ചെയ്യണം എന്നാണ് ഒന്നാമത്തെ കണ്ടീഷൻ. റീമോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സൈറ്റിൽ നിന്ന് അതേപോലെ സാമ്പിൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടുന്ന് ചാക്കിലായി കൊണ്ടുവരുന്നു, ഇവിടുന്ന് വീണ്ടും അതുപോലെ ഈ സ്പെസിമെനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സിലിണ്ടറിലേക്ക് കുത്തി നിറച്ചിട്ട് വേണം ടെസ്റ്റ് ചെയ്യാൻ. അതാണ് പറഞ്ഞത്. ഇൻസിറ്റു ടെസ്റ്റ് ആർ നോട്ട് റെക്കമെൻഡഡ്. സൈറ്റിൽ ചെയ്യാൻ പാടില്ല, ലാബ് കൊണ്ടുവന്ന് തന്നെ ചെയ്യണം. Then subgrade soil should be compacted at optimum moisture content. അത് ആ CBR ടെസ്റ്റിന്റെ പ്രൊസീജിയർ ആണ്. നമ്മൾ അന്ന് പഠിച്ച ആ ടെസ്റ്റിന്റെ പ്രൊസീജിയർ ഒന്നുകൂടി ഡീറ്റെയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. Then CBR test should be done after soaking the sample for 4 days. അതായത് സോക്ഡ് ചെയ്ത സാമ്പിളിന്റെ CBR ആണ് കണ്ടുപിടിക്കേണ്ടത്. വെള്ളത്തിൽ കെട്ടി നടക്കുന്ന റോഡിന്റെ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4 ദിവസം വെള്ളത്തിലിട്ട സോയിൽ സാമ്പിൾ ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. 4 ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം അതിനെ ജസ്റ്റ് ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വെക്കുന്നു, എന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോഴുണ്ടാവുന്ന ലോഡിംഗ് കപ്പാസിറ്റിയാണ് സൈറ്റിൽ ശരിക്ക് നമ്മൾ എടുക്കാൻ പാടുള്ളൂ എന്നാണ്. അറ്റ്ലീസ്റ്റ് 3 സാമ്പിൾസ് ഷുഡ് ബി ടെസ്റ്റഡ് അറ്റ് ദ സെയിം ഡെൻസിറ്റി ആൻഡ് മോയ്സ്ചർ കണ്ടന്റ്. 3 സാമ്പിൾ എങ്കിലും മിനിമം ടെസ്റ്റ് ചെയ്യണം. ടോപ്പ് 50% ഓഫ് ദ സബ്ഗ്രേഡ് സോയിൽ ഷുഡ് ബി കോമ്പാക്റ്റഡ് അപ് ടു 95 to 100% ഓഫ് ദ ഡെൻസിറ്റി. അപ്പോൾ ഇത് കോമ്പാക്ട് ചെയ്യുന്ന സമയത്ത്, ഈ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ രീതി കോമ്പാക്ഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ നേരത്തെ നമ്മൾ ഉപയോഗിച്ച ഡിസൈൻ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഈസ് ഈക്വൽ ടു A equal to P into 1 plus R raised to N plus 10. അതിന്റെ ടേംസും പറഞ്ഞു. ട്രാഫിക് ഫോർ ഡിസൈൻ ഈസ് ഡിവൈഡഡ് ഇൻടു 7 കാറ്റഗറീസ്. അതാണ് നേരത്തെ നമ്മൾ കണ്ട അത്രയും ഗ്രാഫുകൾ ABCDEF എന്നുള്ള ലൈൻസ് കണ്ടു. ആ ലൈൻസിന്റെ ബേസിലാണ് CBR വാല്യൂവിന്റെയും ബേസിലാണ് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇഫ് അഗ്രിഗേറ്റ് സൈസ് ഈസ് ഗ്രേറ്റർ ദാൻ 20 mm, 20 mm അതായത് ഈ ചെറിയ ബേബി ജെല്ലിനേക്കാൾ കൂടുതലായിട്ടുള്ള സൈസ് ഉണ്ടെങ്കിൽ നമ്മുടെ CBR വാല്യൂ അതിന് ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞത്. കാരണം അത്ര സ്ട്രോങ് ആയിരിക്കും ആ സോയിൽ അല്ലെങ്കിൽ ആ ഒരു കല്ല്, അതുകൊണ്ട് അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു ഗൈഡ് ലൈൻസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചേക്കാം. നെക്സ്റ്റ് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളിൽ ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു CBRന്റെ ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ അന്ന് ചെയ്തല്ലോ CBRൽ എങ്ങനെ വാല്യൂ കണ്ടുപിടിക്കുന്നുള്ളത്. എന്നിട്ട് ഇപ്പോൾ ചെയ്ത ബാക്കി പ്രോസസ്സ് അതേപോലെ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് വായിച്ച് നോക്കാം. ഞാൻ ആ ഗ്രാഫ് വരയ്ക്കേണ്ടത് മാത്രം ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം. ബാക്കി നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയറാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു CBR വാല്യൂ കണ്ടുപിടിക്കാനുള്ളൊരു ചാർട്ട് തന്നിട്ടുണ്ട്. പെനിട്രേഷൻ, ലോഡ് തന്നിട്ടുണ്ട്. നമ്മൾ അതിനനുസരിച്ച് വരയ്ക്കണം. പിന്നെ അവിടെ എന്തൊക്കെയാണ് സോയിലിന്റെ ഡിഫറെന്റ് ലെയേഴ്സിന്റെ CBR വാല്യൂ തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഡെപ്ത് കണ്ടുപിടിക്കാം. Then the traffic survey revealed the present ADT is equal to 1200. ഇന്നത്തെ വാല്യൂ 1200 commercial vehicles ആണ്. Annual growth rate 8% is given. എന്നിട്ടോ the payment is constructed within 3 years after the last traffic count. 3 കൊല്ലത്തിനുള്ളിൽ പണിയും തീർത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ CBR മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ IRC അല്ലെങ്കിൽ ഈ ഒരു പേയ്മെന്റ് തിക്നെസ് കണ്ടുപിടിക്കാം. ഇനി ഇതിൽ പറഞ്ഞ ഈ പൂർലി ഗ്രേഡഡ് സോയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഒഴിവാക്കി കഴിയുകയാണെങ്കിൽ ബാക്കി എങ്ങനെ ഡെപ്ത് ഒന്നും വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സെക്കൻഡ് പാർട്ടായിട്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ലോഡ് പെനിട്രേഷൻ ഗ്രാഫ് വരച്ചു. ഇത് എക്സാമിന് നിങ്ങൾ സ്വന്തം വരയ്ക്കണം ഗ്രാഫ് ഷീറ്റിൽ. ഇനി അന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇനീഷ്യൽ കറക്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. എങ്ങനെ ഇനീഷ്യൽ കറക്ഷൻ കൊടുക്കേണ്ടി വരുന്നത്? ഈ ഗ്രാഫ് കുറച്ചൊരു കോൺവെക്സ് ഷേപ്പിലേക്ക് മാറുകയാണെങ്കിൽ, കോൺകേവ് ഷേപ്പിലേക്ക് മാറുകയാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ഗ്രാഫിനെ കുത്തനെ താഴോട്ട് വരച്ചു. അപ്പോൾ എക്സ് ആക്സിൽ മീറ്റ് ചെയ്യും. അതായിരിക്കും പുതിയ ഒറിജിൻ. അവിടെ നിന്ന് 2.5 mm എത്ര ലോഡ് വേണം എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ലോഡ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഹിയർ ആൻഡ് ദാറ്റ് ഈസ് ദ 55. ഇനി 5 mm പെനിട്രേഷന് വേണ്ട വാല്യൂ
ഇവിടുന്ന് കണ്ടുപിടിക്കുന്നു, ദാറ്റ് ഈസ് അറൌണ്ട് 78. അതാണ് ഇവിടുത്തെ 78. അത് വെച്ചിട്ട് CBR വാല്യൂ കണ്ടുപിടിക്കുന്നു. CBR വാല്യൂവിന് നമ്മൾ ഫോർമുല ലോഡ് ഫോർ 2.5 പെനിട്രേഷൻ ഇവിടെ നിന്നും ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് വാല്യൂ. നമ്മൾ അന്ന് പഠിച്ചതാണ് സ്റ്റാൻഡേർഡ് വാല്യൂ. 2.5 mm ആണെങ്കിൽ 1370 കിലോഗ്രാമും 5 mm ആണെങ്കിൽ 2055 കിലോഗ്രാം. അതിൻ്റെ ബേസിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ 4% കിട്ടി, 3.8% ഇവിടെയും കിട്ടി. ഏത് വാല്യൂ എടുക്കണം? 2.5-ൻ്റെതായിരിക്കും കൂടുതൽ, ആ വാല്യൂ എടുക്കണം എന്നാണ് നമ്മൾ അന്ന് പഠിച്ചത്. സോ 2.5-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4% ആണ് CBR ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി എന്ത് ചെയ്യും? സോ വി ആർ ടേക്കിംഗ് ദ CBR വാല്യൂ ആസ് 4%. ഇനി CBR 4% കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇവിടുത്തെ ഈ ഒരു ലൈൻ നമുക്ക് ഉപയോഗിക്കുന്നത് 4% എന്ന CBRന്റെ വാല്യൂ ഈ ലൈനാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഈ കർവ് ഉപയോഗിക്കണമെങ്കിൽ ട്രാഫിക്കിനെ പറ്റി അറിയണ്ടേ? സോ ട്രാഫിക് the design traffic A is equal to P into ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. തന്നിരിക്കുന്ന വോളിയം 200 ആണ്, ഗ്രോത്ത് റേറ്റ് 8 ആണ്, 3 years കഴിഞ്ഞിട്ടാണ് പണി നടക്കുക. സോ വിൽ ബി ഗെറ്റിംഗ് 3260. ഈ 3260 വെഹിക്കിൾ വരുന്നത് ഇതിൽ ഏത് കർവ് ആയിരിക്കും? F എന്ന കർവിലായിരിക്കും 3260 വരുന്നത്. അപ്പോൾ എഫിൻ്റെ കർവും ദിസ് ഈസ് ദ F കർവ് ആൻഡ് ഈ വാല്യൂ, ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് സംവെയർ ഹിയർ ആയിരിക്കും. F curve and this is meeting somewhere here. 4% CBR. So 4% CBR is somewhere here. That's 4% CBR. So that value is around 550 mm. അല്ലെങ്കിൽ 55 centimeter. കണ്ടില്ലേ? അപ്പോൾ സബ്ഗ്രേഡ് സോയിലിന്റെ മുകളിൽ 55 സെന്റിമീറ്റർ അല്ലെങ്കിൽ 550 mm വേണം. കാരണം അവിടുത്തെ CBR 4 ആണ്. ഇനി ക്വസ്റ്റ്യൻ എന്താ തന്നത്? കോമ്പാക്റ്റഡ് സോയിൽ അതിന്റെ മുകളിൽ ഉപയോഗിക്കും. അതിന്റെ പെർസെൻറ്റേജ് CBR 7 ആണെന്ന് തന്നു. അപ്പോൾ CBR 7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതാണ് 7ന്റെ വാല്യൂ. ഈ 7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫിന്റെ വാല്യൂ ഈസ് സംവെയർ ഹിയർ, ദാറ്റ് ഈസ് അറൌണ്ട് 3 അല്ലെങ്കിൽ 400 തന്നെ, ഓൾമോസ്റ്റ് കുറച്ചുകൂടി സേഫ് ആയിട്ട് 400 അവരെടുത്തു. അപ്പോൾ 400 mm ഇതിന്റെ മുകളിൽ വേണം. ഈ ലെയറിന്റെ മുകളിൽ 400 mm വേണം, മനസ്സിലായി? ദാറ്റ് ഈസ് 40 സെന്റിമീറ്റർ. അടുത്ത CBR എന്ന് പറയുന്നത് 20% ആണ്. ദിസ് ഈസ് ദ CBR 20%. ഈ 20% CBRന് വീണ്ടും നമ്മളിവിടെ ഗ്രാഫിൽ നോക്കുന്നു. 20% CBRന് എഫ് ഗ്രേഡിൽ അല്ലെങ്കിൽ എഫ് ലൈനിൽ 200 അല്ലെങ്കിൽ 2 ടൺ, ഇവിടെയാണ് 2 ടൺ എന്നുള്ള രീതിയിൽ അവരെടുത്തത്. 21 സെന്റിമീറ്റർ അല്ലെങ്കിൽ 2 ടൺ mm അതിന്റെ മുകളിൽ വേണമെന്ന് മനസ്സിലായി. ഇനി ഏറ്റവും മുകളിലെ WBMൻ്റെത് 98% അങ്ങനെയാണ്. അപ്പോൾ 98% ഇവിടെ നമുക്ക് ഏകദേശം ഒരു 50, 70, 80 സെന്റിമീറ്റർ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. സോ ഇത് ഒരു 80 mm, ദാറ്റ് ഈസ് 8 സെന്റിമീറ്റർ മുകളിൽ വേണമെന്ന് മനസ്സിലായി. ഇനി ഇൻ ബിറ്റ്വീൻ തിക്നെസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇത് ഏറ്റവും മുകളിൽ, ഇവിടുന്ന് ഏറ്റവും മുകളിലേക്ക് 55 വേണം, ഇതിന്റെ മുകളിലേക്ക് 40 വേണം. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എത്ര ഉണ്ടാവും? ഇവിടെ 15 സെന്റിമീറ്റർ ഉണ്ടാവും അല്ലെങ്കിൽ 150 ഉണ്ടാവും. അതാണ് ഇവിടെ തന്നത്. അതേപോലെ ഇതിന്റെ മുകളിലേക്ക് 40 സെന്റിമീറ്റർ വേണം, ഈ ലൈനിന്റെ മുകളിലേക്ക് 21 സെന്റിമീറ്റർ വേണം. സോ ദിസ് വിൽ ബി 19 സെന്റിമീറ്റർ. ഇതിന്റെ മുകളിലേക്ക് 8 സെന്റിമീറ്റർ വേണം, ഇവിടെ മൊത്തം 21 ആണുള്ളത്. അപ്പോൾ ഈ വെൽ ഗ്രേഡഡ് സോയിലിൻ്റെത് 13 സെന്റിമീറ്റർ ഉണ്ടാവും. സോ ഈ രീതിയിലാണ് ഇതിനെ ടോട്ടൽ ലെയർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ഫൈനലൈസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത പാർട്ട് ചോദിച്ചിരുന്നത് സെൻട്രൽ പോർഷനിൽ ഒരു പോർഷൻ ഒഴിവാക്കിയാൽ ബാക്കി എത്ര വരുന്നുള്ളത്. സെയിം തിക്നെസ് തന്നെയാണ് ഇവിടെ വരുന്നത് 55. ഈ ഒരു ലെയറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഒരു ലെയർ ഒഴിവാക്കിയിട്ട് ബാക്കി ചെയ്തു. അങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ചോദിക്കാൻ സാധ്യതയില്ല. കാരണം ഇതിൽ വേറൊരു എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നതല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ തൽക്കാലം ഡിഫറെന്റ് ലെയർ കണ്ടുപിടിക്കുന്ന പ്രോസസ്സ് മനസ്സിലായല്ലോ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മെത്തേഡ്. ഇത് രണ്ട് പ്രോബ്ലം നിങ്ങൾ നോട്ടിൽ ചെയ്ത് പഠിക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ തരാൻ പോവാണ്. ദിസ് ദ ക്വസ്റ്റ്യൻ 1. ഇത് ഒരിക്കൽ യൂണിവേഴ്സിറ്റി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇവിടെ പെനിട്രേഷൻ ലോഡ് ഒക്കെ തന്നിട്ടുണ്ട്. ഗ്രാഫ് വരയ്ക്കണം. CBR ഗ്രാഫ് വരച്ചതിന് ശേഷം അത് കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്ഷൻ ചെയ്യണം. അതിനുശേഷം 2.5 mm 5.5 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നോട്ട് ചെയ്തിട്ട് CBR പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ സോയിലിന്റെ CBR എടുക്കുക. ഇനി ട്രാഫിക് വോളിയം കാണാൻ വേണ്ടി ഇവിടെ പ്രസന്റ് വോളിയം തന്നിട്ടുണ്ട്. അതിന് ഭാവിയിലേക്ക് ഫോർകാസ്റ്റ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് നോക്കിയിട്ട് എത്രയാണ് തിക്നെസ് എന്നുള്ളത് തിക്നെസിന്റെ സെക്ഷൻ വരച്ച് മാർക്ക് ചെയ്യാം. സോ ദാറ്റ് ഈസ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ 1.
ദെൻ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ 2 സിമിലർ പ്രോസസ്സാണ്, സിമിലർ വേറൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ 2 അസൈൻമെന്റ് ക്വസ്റ്റ്യനും പ്രിപ്പയർ ചെയ്യുക. സബ്മിഷൻ ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് വേറെ പറയുന്നതാണ്. ഓക്കെ, സോ ബൈ ദിസ് ക്ലാസ് CBR മെത്തേഡ് ഓഫ് ഡിസൈൻ ഇസ് ക്ലിയർ എന്ന് വിചാരിക്കുന്നു. ഇഫ് എനി ഡൗട്ട് പ്ലീസ് കോൺടാക്ട് മീ പേഴ്സണലി. ഓക്കെ.